ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഷാരി രൂപയുടെ വീട്ടിൽ നിന്നിട്ട് രഹസ്യങ്ങളൊക്കെ ചോർത്തു ആട്ടോ. രൂപയും സേനും എന്തൊക്കെയാണ് ചെയ്യണത്, അവരെന്തൊക്കെയാണ് സംസാരിക്കണത്, അവിടെ ആരൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ രാഹുലിനെ വിളിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം ഷാരിക്ക് മനസ്സിലാവാണ് രൂപ സേനോട് കാണിക്കുന്നത് അഭിനയമല്ല, യഥാർത്ഥ പ്രണയമാണ്, യഥാർത്ഥ സ്നേഹമാണ്. എല്ലാ രീതിയിലും ഭാര്യയുടെ കടമകൾ രൂപ ചെയ്യുന്നുണ്ട് എന്ന് ഷാരി മനസ്സിലാക്കാണ്. അങ്ങനെ ഷാരി ആ സത്യം സരിയുവിനോട് ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, മോളെ നിന്റെ അച്ഛനാ ഇവരെല്ലാവരും കൂടി പറ്റിക്കുവാണ്. ഇവരെല്ലാവരും സത്യം പറഞ്ഞാൽ അഭിനയിക്കല്ല, പരസ്പരം ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. നിന്റെ അച്ഛനൊരു വിഡ്ഢിയാക്കാണ്. അതുമാത്രമല്ല, നിന്റെ അച്ഛൻ പറഞ്ഞിട്ടൊന്നും അല്ല സേനനെ രൂപ സ്നേഹിക്കണം, അതിന് മുമ്പേ സ്നേഹിക്കാൻ തുടങ്ങിയതാണെന്ന് പറയുമ്പോൾ സരയുക്കാക്ക് ദേഷ്യം വരുവാട്ടെ. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് സരയു അങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത്, അമ്മേ ഇത് അമ്മ എന്നെയല്ല വിളിച്ചു വേണ്ടത്, അച്ഛനെയാണ് വിളിച്ചു വേണ്ടത്. അച്ഛനാണല്ലോ അവരെന്ത് ചെയ്താലും അവരെ പുകഴ്ത്തി വാഴ്ത്തി പാടുന്നത്, അപ്പം അച്ഛനെ വേണം അമ്മ ആദ്യം ഇത് അറിയിക്കാൻ എന്ന് പറയുവാണ്. അങ്ങനെ ഷാരി നമ്മുടെ രാഹുലിൻ്റെ ഫോണിലേക്ക് വിളിക്കുവാണ്. എന്താ ഷാരി വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അല്ല നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാനായിട്ടായിരുന്നു. എപ്പോഴും നിങ്ങൾ പറയുമല്ലോ നിങ്ങൾക്ക് അസുഖമൊന്നും ഇല്ല, അസുഖമുള്ളത് എനിക്കും എൻ്റെ മോൾക്കുമാണ്, വിഷമിക്കാൻ പോണത് ഞങ്ങളാണ്, നിങ്ങൾ ചെയ്യണതൊക്കെ എല്ലാം നല്ല കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും വീരവാഴ്ത്തം പറയുമല്ലോ എന്ന് പറയുമ്പോൾ, ഇപ്പം എന്തായിണ്ട നീ എന്തിനാ വിളിച്ചത്, ഇത് പറയാൻ വേണ്ടിയിട്ടാണോ നീ വിളിച്ചത് ചോദിക്കുമ്പോൾ, അതല്ല നിങ്ങളുടെ പെങ്ങളുണ്ടല്ലോ രൂപ, അവളടുത്ത് നിങ്ങൾ പറഞ്ഞു മറ്റുള്ളവരെ സ്നേഹിക്കണ പോലെ കാണിക്കണം, സേനനെയും അവരുടെ മക്കളെയും മരുമകളെയൊക്കെ സ്നേഹിച്ച് ഒരു സമയം എത്തുമ്പോഴേക്കും അവരെല്ലാവരും ഇല്ലാതാക്കി കളയണം. അതായിരുന്നല്ലോ നിങ്ങൾ നിങ്ങളുടെ പെങ്ങൾക്ക് കൊടുത്ത നിർദ്ദേശം. അതനുസരിച്ചിട്ടാണല്ലോ അവളെല്ലാം ചെയ്യണമെന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്. എങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അതൊക്കെ വെറും നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. നിങ്ങളുടെ അനിയത്തി ഉണ്ടല്ലോ, അവൾ നിങ്ങളോട് കാണിക്കണതൊക്കെ ശുദ്ധമായിട്ടുള്ള കള്ളത്തരമാണെന്ന് പറയാണ്. നീ എന്തൊക്കെയാണ് ഷാരി പറയണത്, രൂപ ഒരിക്കലും എന്നോട് അങ്ങോട്ട് ചെയ്യില്ല, ഞാൻ പറഞ്ഞിട്ടാണ് അവൾ അങ്ങനെ ചെയ്യണത്. അവൾ അങ്ങനെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ, അത്ര പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിൽ അതും ഞാൻ പറഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ഷാരി പറഞ്ഞ എൻ്റെ മനുഷ്യ അങ്ങനെയൊന്നുമല്ല, ഞാൻ വേണമെങ്കിൽ ഇവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ പാത്തും പതുങ്ങി കേട്ടത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അവർ സംസാരിക്കുന്നതൊക്കെ വോയിസും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം, അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുന്നത് പറയുവാണ്. അങ്ങനെ ഷാരി രൂപയുടെ വീട്ടിൽ നിന്ന് സംസാരിച്ച വീഡിയോസും ഓഡിയോസും എല്ലാം തന്നെ രാഹുലിന് അയച്ചു കൊടുക്കുകയാണ്. അത് കാണുന്ന രാഹുലിന് മനസ്സിലാവാണ് അതെ സത്യമാണ്, രൂപ തന്നെ പറ്റിക്കുമായിരുന്നു എന്നുള്ള സത്യം. അങ്ങനെ ഷാരി എല്ലാം തകിടം മറിക്കുക കേട്ടോ. അതായത് എല്ലാ കള്ളത്തരും രൂപയും സേനനും എല്ലാം സത്യമായിട്ടാണ് സ്നേഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഷാരി എല്ലാം ഇതാക്കുമ്പോഴേക്കും നമ്മുടെ കിരണിനും കല്യാണിക്കൊക്കെ ആകെ ദേഷ്യം വരുവാണ്. അവർ പരസ്പരം കാണാതെയും ഒരുപാട് സ്നേഹിക്കാതെയൊക്കെ ഇരുന്നത് തന്നെ ഇവരൊന്നും അറിയിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഇത്ര നാടകം കളിച്ചത്. അപ്പോൾ ഷാരി വന്നിട്ട് എല്ലാം കുളമാക്കിയെന്ന് അറിയുമ്പോഴേക്കും കിരണിന് ആകെ ദേഷ്യം വരുക കേട്ടോ. അതിനുശേഷം നമ്മുടെ കിരൺ വണ്ടി എടുത്തിട്ട് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഷാരിനെ റോട്ടിൽ വെച്ച് കാണുന്നുണ്ട്. കിരൺ റോട്ടിൽ നിന്ന് ഷാരിനെ കാണുമ്പോൾ ഇറങ്ങുവാണ്. അതിനുശേഷം ഷാരി അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അമ്മയുടെ വീട്ടിൽ വന്ന് നിന്നത് ചാരപ്പണിക്ക് വേണ്ടിയിട്ടാണല്ലോ ചോദിക്കുമ്പോൾ, അതേടാ ഞാൻ ചാരപ്പണി ചെയ്യാൻ തന്നെയാണ് നിൻ്റെ അമ്മയുടെ വീട്ടിൽ വന്ന് നിന്നത്, അതുകൊണ്ട് സത്യങ്ങളൊക്കെ മനസ്സിലാക്കി. നിങ്ങളുടെ അമ്മയുടെ ഒരു ആങ്ങളയില്ല രാഹുൽ, ഇപ്പോൾ വട്ടൻ, അയാൾ നിങ്ങൾ ശരിക്കും വട്ടാക്കുമായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. ഇത് നോക്കിക്കോടാ, നിന്റെ ഭാര്യനെ നിൻ്റെ കുഞ്ഞൊന്നും വെറുതെ വെച്ചേക്കില്ല, നിൻ്റെ ഭാര്യനെ ഞങ്ങൾ ഇല്ലാതാക്കോടാ, നിൻ്റെ കുഞ്ഞിനെയൊന്നും നിനക്ക് സ്നേഹിച്ച് ജീവിക്കാൻ പറ്റില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് കിരണ വല്ലാത്ത രീതിയിൽ ഇൻസൾട്ട് ചെയ്യാണ്. കിരണ ദേഷ്യം വരുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോഴേക്കും കിരൺ പറയേണ്ടത് മതി നിർത്ത്, കരയാൻ പോകുന്നത് ഞങ്ങളല്ല നിങ്ങളാണെന്ന് പറയുമ്പോൾ, നീ കുറേ നാളായോടെ പറയണത് സത്യങ്ങളായിരുന്നു, ഞാൻ കരയും, എൻ്റെ മോള് കരയും, തകരാൻ പോണത് ഞാനാണ്, എനിക്ക് പ്രാന്താവണ രീതിയിലേക്ക് എന്തൊക്കെയോ ഒരു കാര്യം ഉണ്ടെന്നൊക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്തോട് മുഖം നോക്കി പറയടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സത്യം പറയടാ എന്ന് പറയാണ്. നിങ്ങൾ എന്തിനാണ് വിളിച്ചു വെച്ച് സംസാരിക്കണത്, ഞാൻ നിങ്ങളുടെ തല്ല ഓപ്പണായിട്ട് സംസാരിക്കണില്ലേ, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഷാരി വെല്ലുവിളിക്കണ പോലെ ചോദിക്കുമ്പോഴേക്കും കിരൺ പറയണ്ട, അതെ ഞാനത് പറയാം, ഇത്ര നാളെ അത് പറയാതിരുന്നതേ എൻ്റെ അച്ഛനും അമ്മയും ഒന്നും പറയണ്ടെന്ന് നിങ്ങളത് പറഞ്ഞത് കൊണ്ടിട്ടാണ്, അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തളർന്നു പോകും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു അമ്മയാണ്, ദുഷ്ടയാണെങ്കിൽ ഒരു അമ്മയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റില്ലെന്ന് തോന്നിയത് കൊണ്ടിട്ടാണ് ഞാനും അത് പറയാതിരുന്നത്. ഇനി പറയാതിരുന്നിട്ട് ഒരു കാര്യമില്ല, ഇനി നിങ്ങൾ അറിഞ്ഞു നിങ്ങൾ സത്യം, നിങ്ങൾക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ മോളോടാണല്ലോ, സരയുവും നിങ്ങളുടെ ഭർത്താവും കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വേറൊരു ലോകമുള്ളൂ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകളെ കുറിച്ചിട്ട് ആ സത്യം ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറയുവാണ്. ആ സമയത്ത് ഷാരി എന്ത് സത്യമാണ് നിനക്ക് എൻ്റെ മകളെ കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിക്കുക കേട്ടോ.
എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്തോട് നോക്കി പറയടാ എന്ന് പറയുമ്പോൾ കിരൺ പറയടാ, അതെ അത് പറയാൻ തന്നെയാണ് പോണത്. നിങ്ങൾ നെഞ്ചോട് ചേർത്ത് നിങ്ങൾ എപ്പോഴും പറയണം, എൻ്റെ പൊന്നു മോൾ, എന്നെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി, ഞാൻ കഷ്ടപ്പെട്ട് പ്രസവിച്ചു എന്നൊക്കെ പറയണ മകളുണ്ടല്ലോ സാരിയോ, അത് നിങ്ങളുടെ മകളല്ല. അപ്പോഴേക്കും ഷാരി ചിരിക്കുകയാണ്. എന്തുവാടാ നീ പറയണത്? പ്രസവിച്ച എനിക്ക് എന്നെക്കാളും എന്താണ് ഇതാണോ വിവരമാണോ നിനക്ക്? അതിനേക്കാളും അറിവാണോ നിനക്ക് എന്ന് ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ നൊന്ത് പ്രസവിച്ച എൻ്റെ മകൾ തന്നെയാണ് സാരിയോ എന്ന് പറയുമ്പോൾ, എങ്കിൽ നിങ്ങൾക്ക് തെറ്റി, അതിനുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയുവാണ്. നീ എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കുമ്പോൾ, അതെ എനിക്ക് നിങ്ങളടുത്ത് പറയാൻ സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്. എത്രയൊക്കെ ദുഷ്ടിയാണെന്നുണ്ടെങ്കിലും ഈ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ നിന്നു പോകുമെന്ന് എനിക്ക് പേടിയുണ്ട്. നീ എന്താണെങ്കിലും പറഞ്ഞോടാന്ന് പറയുവാണ്. അതെ സരിയു നിങ്ങളുടെ മകളല്ല, സരിയു ഉണ്ടല്ലോ താരാൻറ്റിൻ്റെ മകളാണ് എന്ന് പറയുകയാണ്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഷാരി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. കിരൺ പറയുന്നുണ്ട്, അതെ താരാൻറ്റി നൊന്ത് പ്രസവിച്ച മകളാണ് സരയു. നിങ്ങൾ പ്രസവിച്ചു എന്ന് പറഞ്ഞ സത്യം തന്നെയാണ്. നിങ്ങൾ പ്രസവിക്കുന്ന സമയത്ത് അവിടെ എൻ്റെ അമ്മയും അതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവരോട് ശരിക്കും ചോദിച്ചു നോക്ക്, നിങ്ങൾ പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞെ തന്നെയാണ്. പക്ഷെ ആ പെൺകുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അതിനെ ജീവനോടെ കിട്ടിയില്ലായിരുന്നു. നിങ്ങൾ അത് സത്യം പറഞ്ഞാൽ നിങ്ങൾ തളർന്നു പോകും, നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതെ ആകും എന്നൊക്കെ മനസ്സിലാക്കിയ നിങ്ങളുടെ ഭർത്താവ് വേറൊരു സ്ത്രീയുടെ കുഞ്ഞിനെ കുമാരൻ എന്ന് പറഞ്ഞ ആളുടെ സഹായത്തോടു കൂടി നിങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി വെച്ചതാണ്. പക്ഷെ നിങ്ങളുടെ ഭർത്താവിന് അറിയില്ല എന്നത് താരയുടെ മകളാണെന്ന്. കുമാരൻ ആരും ഉപേക്ഷിച്ച മകളാണെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ കൈ കൊണ്ടും തന്നത്. അവളെയാണ് ഈ സരിയു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നത്. പക്ഷെ ഈ ഇടക്കാണ് എല്ലാവർക്കും മനസ്സിലായത് ആ കുമാരൻ കൊണ്ടുതന്ന മകൾ താരയുടെ മകളാണ്. താരയുടെ അമ്മാവൻ, അതായത് താരയുടെ അമ്മ അച്ഛനും മരിച്ചപ്പോൾ താര ആൻറ്റിയുടെ അമ്മാവനാണ് താര ആൻറ്റിനെ നോക്കിയത്. കല്യാണത്തിന് മുമ്പ് ചീത്തപ്പേര് കേൾപ്പിച്ച മരുമകളുടെ കുഞ്ഞിനെ അയാൾ എടുത്ത് മാറ്റുമായിരുന്നു. കുമാരൻ എന്ന് പറഞ്ഞ ആൾക്ക് വിൽക്കുമായിരുന്നു. ആ കുഞ്ഞിനെയാണ് രാഹുൽ വാങ്ങിച്ചത്. പക്ഷെ സത്യം വേറൊരു കാര്യം കൂടി ഉണ്ട്, അത് നിങ്ങൾക്ക് കേൾക്കണോ? അതും കൂടി കേട്ടാലേ നിങ്ങൾ തളർന്നു പോകും. എന്തായാലും നിങ്ങൾ ഇത്രയൊക്കെ അറിഞ്ഞില്ലേ, ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ അറിഞ്ഞോ? സരയു ശരിക്കും പറഞ്ഞാൽ അനാഥയെന്ന് പറയാൻ പറ്റില്ല, താരയാണ് അമ്മയെങ്കിലും അച്ഛനെ രാഹുൽ തന്നെയാണ്. അതുകൊണ്ട് രാഹുലിന്റെ ചോര പിറന്ന മകൾ തന്നെയാണ് സരയു. ആ കാര്യത്തിൽ നിങ്ങൾക്ക് സമാധാനിക്കാന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് ഷാരി പറഞ്ഞു, നീ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ നീ നോക്കിക്കോ, പിന്നെ ഈ ഷാരിനെ നിങ്ങളൊന്നും ആരും ജീവനോടെ കാണില്ല എന്നൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോൾ കിരണ ചെറിയ ടെൻഷൻ ആവുന്നു കേട്ടോ. അങ്ങനെ ഷാരി ഭയങ്കര ദേഷ്യത്തോടു കൂടി നേരെ പോണത് വീട്ടിലേക്കാണ്. വീട്ടിലേക്ക് പോയ ഷാരി രാഹുലിൻ്റെ മുഖത്തേക്ക് നോക്കുവാണ്. അതിനുശേഷം, എന്താ ഷാരി, എന്താ നീ എന്നെ ഇങ്ങനെ നോക്കണത്, എന്താ ചോദിക്കുമ്പോഴേക്കും, സത്യം പറ, എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. കിരൺ എന്ന് പറഞ്ഞവൻ ഒരിക്കലും നുണ പറയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് മാത്രം നിങ്ങൾക്കും അറിയാം. അവർ നമ്മുടെ ശത്രുക്കളാണ് ശരി, പക്ഷെ കിരണും കല്യാണിയൊന്നും ഉണ്ടല്ലോ ഒരിക്കലും നുണ പറയാത്ത കൂട്ടത്തിലാണ്. അതുകൊണ്ട് അവൻ പറഞ്ഞത് സത്യമാവല്ലേ എന്ന് എനിക്ക് പ്രാർത്ഥനയുണ്ട്. എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, സരയു എൻ്റെ മകൾ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ഒന്ന് ഞെട്ടുന്നുണ്ട്. ആ രാഹുലിൻ്റെ ഞെട്ടലിൽ തന്നെ ഷാരിക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാവാട്ടോ. സത്യം പറ മനുഷ്യ, സരയു എൻ്റെ മകൾ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നും മിണ്ടുന്നില്ല. അതെ നിന്റെ മകളാണ്, നിനക്കത് അറിയില്ല എന്ന് ചോദിക്കുകയാണ്. അല്ല, അവൾ എൻ്റെ മകളല്ല, കിരൺ സത്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അവൾ ആ താരയുടെ മകളാണല്ലേ, അവൾ അന്വേഷിച്ചിട്ടാണ് ആ താര ഇടയ്ക്കൂടെ വരുന്നതല്ലേ എന്ന് പറയുവാണ്. ആ സമയത്ത് രാഹുൽ ഒന്നും മിണ്ടുന്നില്ല. എനിക്കെല്ലാം മനസ്സിലായി, നിങ്ങളൊന്നും മിണ്ടണ്ട, തെളിവടക്കം അവരുടെ കയ്യിലുണ്ട് എന്ന് പറയുവാണ്. ഞാൻ പ്രസവിച്ച മകൾ എനിക്ക് നഷ്ടമായി, അതിൻ്റെ പകരം നിങ്ങൾ കൊണ്ടുവച്ച മകളാണ് സരയു. പക്ഷേ അതല്ല ഏറ്റവും വലിയ സത്യം. കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങൾ വേറൊരു സത്യം അറിഞ്ഞ്, താരയിൽ നിങ്ങൾക്കുണ്ടായ മകളാണ് സരയു. ശരിക്കും പറഞ്ഞാൽ ചന്ദ്രസേനൊന്നും ഒരു തെറ്റും ചെയ്തില്ല, തെറ്റ് ചെയ്തതൊക്കെ നിങ്ങളാണ് എന്നിങ്ങനെ പറയുവാണ്. എല്ലാ സത്യങ്ങളും മനസ്സിലായിട്ട് തന്നെയാണോ ഞാൻ നിങ്ങളുടെ സംസാരിക്കണതെന്നൊക്കെ പറയുവാട്ടോ. അങ്ങനെ നെഞ്ചു പൊട്ടിയ വേദനയോടുകൂടി തന്നെ ഷാരി ആ വീടിനെ പടിയിറങ്ങാൻ വേണ്ടി റെഡിയാവുകയാണ്. എന്തായാലും ഷാരിക്ക് തിരിച്ചടി കിട്ടി. സത്യങ്ങൾ മനസ്സിലാക്കിയ ഷാരി ഇനി എല്ലാവരുടെയും മാപ്പ് പറയും. കിരണിനോടും കല്യാണി ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തിരിക്കുന്ന കല്യാണിയുടെ ആണ്. അതുകൊണ്ട് കല്യാണിയുടെ ഷാരിയുടെ കണ്ണീര് കൊണ്ട് കല്യാണിയുടെ കാല് തുടച്ച് മാപ്പ് പറയുന്ന രംഗങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.